Hello friends, welcome to Charlie's Kitchen. This is easy drink ഉണ്ടാക്കാം. ഇത് ഞാൻ ഉള്ള ingredients വെച്ചിട്ട് easy ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു iftar drink ആണ് ട്ടോ ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും Charlie's Kitchen സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം എന്നാലേ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് സാബുദാനയാണ്. ഇത് പറഞ്ഞാൽ ചവ്വരി. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മുക്കാൽ തൊട്ട് ഒരു കപ്പ് വരെ എടുത്തിട്ട് ഇത് വാഷ് ചെയ്തിട്ട് ഒന്ന് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് ചൂടാക്കി എടുക്കാം കേട്ടോ. വരുമ്പോൾ നമുക്ക് ഈ സാബുദാന ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ ഫുൾ ഇട്ട് കൊടുക്കുക. സോ ഇത് മുഴുവൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇത് നന്നായി തിളച്ച് വരണം കേട്ടോ. ഈ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും കേട്ടോ. അതാണ് ഇതിൻ്റെ പാകം. ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടാം. അര കപ്പ് തൊട്ട് മുക്കാൽ കപ്പ് വരെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം നന്നായി തിളച്ച് നന്നായി മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ടൊന്ന് ചൂടാറാൻ വെക്കാം. ഞാനിത് കുറച്ച് ചിയ സീഡ്സ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബേസിൽ സീഡ് എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം കേട്ടോ. നമ്മൾ കുറേ ഡ്രിങ്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കാം കേട്ടോ. ഇനി ഇത് സോക്ക് ആവട്ടെ. ചിയ സീഡ് ഇവിടെ ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ സോക്കായിട്ട് വരണം. ഓക്കെ, ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇത് ഇടാനായിട്ട് ഒരു ഗ്ലാസ് എടുക്കുക. എന്നിട്ട് അതിൽ ഐസ് ക്യൂബ്സ് ഇട്ടതിന് ശേഷം നമുക്ക് ചിയ സീഡ്സ് ഓർ സബ്ജ സീഡ്സ് ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ചിയ സീഡ്സ് ഇട്ട് കൊടുക്കുക. ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം കേട്ടോ. വീട്ടിലുള്ള ഏത് ഫ്രൂട്ട്സ് ആണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പോമഗ്രാനൈറ്റും ആപ്പിളാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഴം കട്ട് ചെയ്തെടുക്കുക. ഇഷ്ടമുള്ള ഫ്രൂട്ട്സ്, മാംഗോ ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് രണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇട്ടു. അത് കഴിഞ്ഞാൽ ആപ്പിൾ ഇട്ട് കൊടുക്കുക. ആപ്പിൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആ സാബുദാനയുടെ ഇതിട്ട് കൊടുക്കുക, ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഫുൾ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഒരു ലെയറും കൂടി ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. കുറച്ച് ഇത് ഇട്ട് കൊടുക്കുക. ആപ്പിളിനതും നമുക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്ത് യൂസ് ചെയ്യുക. ഇതിൻ്റെ മുകളിൽ നട്ട്സൊക്കെ ഇട്ടിട്ട് ഞാനിതിൽ കുറച്ച് റോസ് സിറപ്പും കൂടി ഒഴിക്കുന്നുണ്ട്. ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. പക്ഷെ നല്ല കളർ കിട്ടും. നല്ല ഈ ഡ്രിങ്ക്സ് ഇങ്ങനെ പിങ്ക് കളറാകുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല 2 ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഞാൻ റോസ് സിറപ്പ് ഇല്ലാതെയും ഒന്ന് റോസ് സിറപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൺ. ബൈ.